കർത്താവായ ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുന്നുവെങ്കിൽ അവൻ പുതിയ സൃഷ്ടി മാത്രമാണ്. പഴയതായി ആ വ്യക്തിയെ ദൈവം വിലയിരുത്തുന്നില്ല, പുതിയത് വന്നു ചേർന്നിരിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരാൾ പുതിയൊരു സൃഷ്ടി എന്ന് പറയാൻ കാരണം? അതിനൊറ്റ കാരണമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശും പുനരുത്ഥാനവുമാണ് ഒരു പുതിയ സൃഷ്ടിയുഗം ഒരു മനുഷ്യൻ്റെ മേൽ ആരംഭിക്കുന്നത്. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തിയെക്കുറിച്ച് വേറെ ഡെഫിനിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അയാൾ ഏത് വർഗ്ഗക്കാരനാകണം, അയാൾ ഏത് ജാതിയിലുള്ളവനോ ഏത് ലിംഗത്തിലുള്ളവനോ, അയാളുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക സ്ഥിതിയോ ഇതൊന്നും ഇവിടെ മാനദണ്ഡമല്ല. ഒറ്റ നിബന്ധന മാത്രമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്: ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലായാൽ ആ വ്യക്തിയെ ദൈവവചനം ഏറ്റെടുക്കുന്നത് പുതിയ സൃഷ്ടിയായിട്ടാണ്. ഇവിടെ ക്രിസ്തുവിൽ എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ ഹൃദയം. പൗലോസ് ഈ ഒരു വാക്ക് ദൈവവചനത്തിൽ ഒരു 100-ലധികം തവണ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ ക്രിസ്റ്റോ, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഈ വാക്ക്. അപ്പോൾ യേശു ക്രിസ്തുവിൽ എന്നുള്ള ഈ പദം 100-ലധികം തവണ പൗലോസ് ശ്ലീഹ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ളതായ ഒരു യൂണിയനാണ്. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായുള്ളതായ ഒരു ഐക്യതാ ബന്ധമാണ്. യേശുവിൻ്റെ ഐക്യമായുള്ള ഐക്യതാ ബന്ധം, കർത്താവുമായ ഐക്യതാ ബന്ധം എങ്ങനെയാണ്? അവൻ്റെ മരണത്തിലുള്ള പങ്ക്, അവൻ്റെ പുനരുത്ഥാനത്തിലുള്ള പങ്കാളിത്തം, അവൻ്റെ നീതിയിലുള്ള പങ്കാളിത്തം, യേശുവിൻ്റെ ജീവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നതിനാലുള്ള പങ്കാളിത്തം. അതായത് എല്ലാ തരത്തിലും യേശു നമ്മുടെ മേൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ അംഗത്വമായിട്ടല്ല ഇവിടെ പറയുന്നത്. പകരം എന്താണ്? ഇത് യേശു ക്രിസ്തുവുമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന പുതിയൊരു സ്പിരിച്വൽ പൊസിഷനാണ്. ഇതൊരു ആത്മിക സ്ഥാനമാണ്. അപ്പം ഒരുവൻ അതാരാണ്? യേശു ക്രിസ്തുവിൽ പുതിയൊരു സ്ഥാനം കണ്ടെത്തിയ വ്യക്തി, ആ വ്യക്തി പുതിയൊരു സൃഷ്ടിയാണ്. അതാണ് ഈ വചനത്തിലെ ഏറ്റവും വലിയ ബോംബ്. അതായത് പുതിയൊരു മതമാകണമെന്നോ അയാളുടെ പുതിയ സ്വഭാവം മാത്രം ശീലിക്കുന്നെന്നോ അയാൾക്ക് കുറേ പുതിയ ശീലങ്ങൾ ഉണ്ടാകുന്നൊന്നും അല്ല പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞു: അവൻ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. അതായത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഗുണകരമായൊരു പുതുമ ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം ആരംഭിക്കുകയാണ്. സൃഷ്ടി എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അതിനാൽ ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവുമായിട്ട് ചേർത്ത് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ആദ്യത്തെ സൃഷ്ടിപരമായ തുടക്കം എങ്ങനെയാണ് ഭൂമിയുടെ മേൽ, സ്വർഗങ്ങളുടെ മേൽ ദൈവം ആരംഭിച്ചത്, അതേ ഭാഷ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതായത് ദൈവം വീണ്ടും സൃഷ്ടി ചെയ്യുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം പുതിയൊരു ഭൂമിയെ സൃഷ്ടിക്കുന്നു, പുതിയൊരു സ്വർഗം ഉണ്ടാക്കുന്നു, ഇതുപോലെ വീണ്ടും കുറെ പ്രപഞ്ച ഗോളങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തെ പിന്നെയും സൃഷ്ടാവാക്കി മാറ്റുന്ന പരിപാടിയാണ് ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ദൈവം ചെയ്യുന്നത്. ഇതൊരു ഭയങ്കരമായ മെസ്സേജാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ പിന്നെയും സൃഷ്ടാവാക്കി മാറ്റുന്ന ഇന്ന് ലോകത്ത് ദൈവം ഇപ്പോഴും സൃഷ്ടി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ യെസ് എന്നാണ്. യേശു ക്രിസ്തുവിലായിത്തീരുന്ന ഒരു മനുഷ്യനെ ദൈവം പിന്നെയും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. ദൈവം സൃഷ്ടി പൂർത്തിയാക്കുന്നില്ല, ദൈവം വീണ്ടും സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് പഴയത് കഴിഞ്ഞുപോയി. ഇവിടെ പഴയത് എന്ന് പറയുന്നത് നമ്മൾ ആദാം എന്ന് പറയുന്ന മനുഷ്യവംശത്തിൻ്റെ ആ ഒരു തുടർച്ചയിലുണ്ടായിരുന്ന ആ പാപത്തിൻ്റെ ഭരണാധികാരം, ദൈവത്തിൽ നിന്നുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന വേർപാട്, ആ പഴയ ഉടമ്പടിയുടെ എല്ലാവിധമായ ആത്മീക അവസ്ഥകളും അതെല്ലാം കഴിഞ്ഞുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അതിൻ്റെ നിയമപരമായ അധികാരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ എല്ലാവിധമായ നിയമപരമായ അവകാശങ്ങളും ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിയിൽ അവസാനിച്ചിരിക്കുന്നു. ശാപത്തിൻ്റെ നിയമപരമായ അവകാശങ്ങൾ ക്രിസ്തുവിലായ വ്യക്തിയുടെ മേൽ അവസാനിച്ചിരിക്കുന്നു. പിശാചിൻ്റെ നിയമപരമായ അവകാശങ്ങൾ ക്രിസ്തുവിലായ വ്യക്തിയുടെ മേൽ നിന്നും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. കാരണം പുതിയൊരു സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ഇതൊരു പുതിയ പ്രഖ്യാപനമാണ്. നോക്ക്, ഇവിടെ ദൈവം ഒരു അത്ഭുതമാണ് പ്രഖ്യാപിക്കുന്നത്. ഞാനൊരു പുതിയ സൃഷ്ടി ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഞാനൊരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. ആ പുതിയ സൃഷ്ടി വന്നിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മളിത് ഗ്രീക്കിൽ ഇതൊരു അതായത് ഒരു പെർഫെക്റ്റ് ടെൻസിലാണ് ഈ ഒരു ഇതിൻ്റെ മൂലഭാഷയിലെ പദം കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനാൽ ഒരു വിശ്വാസി പുതിയ ഒരു വ്യക്തിയായി തീരാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഞാനൊരു പുതിയ ആളായി മാറാൻ വേണ്ടി കുറേ ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. ഞാനായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ദൈവവചനോട് പറയുന്നത്. മോനെ, നീ പുതിയതായി കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തു, നീ ഒരു പുതിയ ക്രിയേഷനായി കഴിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളോട്, നിങ്ങൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ശ്രമഫലമല്ല, ഇത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. അതായത് ഇത് 3 തലങ്ങളിൽ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ നിയമപരമായി ദൈവം നിന്നെ നീതിമാനാക്കി മാറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതവുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയുടെ സ്വഭാവത്തിൽ ഇനി മുതൽ അങ്ങോട്ട് ജീവിക്കാൻ പോവുകയാണ്. അതായത് 2 കൊരിന്ത്യർ ഈ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള വാഗ്ദത്തമല്ല,
ആ വാഗ്ദത്തം മാത്രമല്ല അതിലുള്ളത്, പകരം സ്വർഗം ഒരു പുതിയ സൃഷ്ടി ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്നു. ആ പുതിയ സൃഷ്ടി ആ മനുഷ്യൻ്റെ മേൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് ദൈവമാണ്. ഞാനത് ചെയ്തിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ പുതിയ സൃഷ്ടിയായി തീരുന്നവൻ്റെ ജീവിതത്തിൽ എല്ലാ ഒഴിയാബാധകളും മാറുന്നു. ഈ പുതിയ സൃഷ്ടിയായി തീരുന്നവൻ്റെ ജീവിതത്തിൽ പുതുമകൾ സംഭവിക്കുന്നു. ഈ പുതിയ സൃഷ്ടിയായി തീരുന്നവൻ്റെ ജീവിതത്തിൽ ദൈവപുത്രനുമായുള്ള ഐക്യത്തിൽ പുതിയൊരു സന്തോഷകരമായ ജീവിതം ഫോം ചെയ്യപ്പെടുന്നു. ഈ പുതിയ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കർത്താവിൽ നമുക്ക് ആയിത്തീരാൻ കഴിഞ്ഞത് എത്ര വലിയ ഭാഗ്യമാണ്. ഈ ഒരു തിരുവെഴുത്ത് ഇതിൻ്റെ പൂർണ്ണമായ സന്തോഷത്തിൽ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട് ഇത് പ്രാരംഭത്തിലെ ആദ്യത്തെ ഇന്നത്തെ പ്രവചനദൂത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, ദൈർഘ്യം വളരെ കൂടിപ്പോകുമെന്നതിനാലാണ്. നിങ്ങൾക്ക് സമയം പോലെ ഇത് കേൾക്കാം. വരും ദിവസങ്ങളിലും ഈടുറ്റ ദൈവവചന ചിന്തകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എടുക്കുന്ന കുറിവാക്യങ്ങളിൽ നിന്ന് എനിക്ക് ദൈവശാസ്ത്രപരമായി നിങ്ങളോട് പറയാനുള്ളതായ ആത്മീക അർത്ഥങ്ങൾ പറയാൻ രണ്ടാമതൊരു വീഡിയോയുമായി ഇതിനോട് കൂടെ തന്നെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രവചനദൂത് കാണുന്ന എല്ലാവരും ഇതിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും നിർബന്ധമായും കാണണം. ഇത് കാണുകയും നിങ്ങൾ ആദ്യം ഷെയർ ചെയ്തവർക്ക് ഇത് രണ്ടാമത് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, യേശുനാഥൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.